നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പല പെൺകുട്ടികളും ജോലിക്ക് അന്വേഷിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ അന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ അതെങ്ങനെ അഭിമുഖീകരിക്കണം, ഇതൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് റീച്ച് എന്ന സ്ഥാപനം രക്ഷയ്ക്കെത്തുന്നത്. ഇന്ന് റീച്ചിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനുമായി ഇവിടെ എത്തിയിരിക്കുന്നത് റീച്ചിന്റെ സ്റ്റേറ്റ് ഹെഡും ട്രെയിനറുമായ ശ്രീവിദ്യയാണ്. സ്വാഗതം. നമസ്കാരം. റീച്ച് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാണ്. ഒരുപാട് പെൺകുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ റീച്ചിന്റെ ഒരു അതിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. എന്താണ് റീച്ച്? എവിടെയാണ് ഇപ്പോൾ റീച്ച് എത്തിയിരിക്കുന്നത്? റീച്ച് എന്ന് പറയുന്നത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ളൊരു ഫിനിഷിംഗ് സ്കൂളാണ്. ഈ ഫിനിഷിംഗ് സ്കൂൾ എന്ന വാക്ക് ഒരുപക്ഷെ മലയാളികൾക്ക് ഒരു പുതുമയുള്ള വാക്കായിരുന്നു. എന്താ ഈ ഫിനിഷിംഗ് സ്കൂൾ? പല സ്കൂളും കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താ ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളത്? ഫിനിഷിംഗ് സ്കൂൾ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കണോ, കോളേജിൽ പഠിക്കണോ, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, എന്നിട്ട് നമ്മൾ ജോലി അന്വേഷിച്ചു പോകും. പക്ഷെ ജോലി അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് ജോലി കിട്ടുന്നില്ല, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് മലയാളികളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ന്യായങ്ങൾ പലതായിരുന്നു. അതായത് റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തതായിരുന്നു എന്റെ പ്രശ്നം, ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ മലമറിച്ചേനെ, ഇങ്ങനെയൊക്കെ തോട്ട്സ് ആണ് നമുക്കുള്ളത്. പക്ഷെ എന്താ ബേസിക്കലി നമ്മുടെ പ്രോബ്ലം അത് നമ്മൾ തിരിച്ചറിയുന്നില്ല, അഥവാ അറിഞ്ഞാൽ തന്നെ അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. സോ ആ പ്രശ്നത്തിനെ തിരിച്ചറിഞ്ഞ് ആ ലാക്ക് ചെയ്യുന്ന സ്കിൽസ് എന്തൊക്കെയാണോ അതിൽ ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനമാണ് ഒരു ഫിനിഷിംഗ് സ്കിൽ. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ സംസാരിക്കണുണ്ട്, എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം, പക്ഷെ ഒരു ആവശ്യത്തിന് 4 ആളുടെ മുമ്പ് ചെന്ന് നിന്ന് പറയേണ്ട പോയിന്റ് എങ്ങനെ പറയണം, അതാണ് പ്രശ്നം. വീട്ടിൽ നമ്മൾ ഭയങ്കര പുലിയായിരിക്കും, കുട്ടികളെ കുറിച്ചൊക്കെ പറയാറില്ല, വീട്ടില് വലിയ വില്ലനാണ് അല്ലെങ്കിൽ വില്ലത്തിയാണ്, ഒത്തിരി ബഹളം ഉണ്ടാക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആള് വളരെ സൈലന്റ് ആണ്. വീട്ടിലെ വയലൻസ് സൈലൻസ് ആയി മാറാണ്. സോ അവിടെയാണ് പ്രശ്നം. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ കാണിക്കാറില്ല. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഒരിക്കലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വിചാരിക്കേണ്ട. ആദ്യം നമുക്ക് മലയാളം മര്യാദയ്ക്ക് പറയാൻ പഠിക്കാം. അതായത് മാതൃഭാഷ 4 ആളുടെ മുൻപിൽ ധൈര്യമായി അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വിളിക്കേണ്ടത്. സോ അത് നമ്മൾ ലാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്. നമ്മുടെ ശരീരത്തിനൊരു ഭാഷയുണ്ടെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മള് കാണുമ്പോൾ തന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കാതെ നോക്കി ഒരാൾ പറയും ആൾ ഇത്തരക്കാരിയായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഒരാള് ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അയാളുടെ ആ നടത്തം, അയാളുടെ പെരുമാറ്റം, ഇതൊക്കെ ഒരുപാട് കൗണ്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ്. ഒരാളെ ഒരു മുറിക്കകത്ത് കയറി വരുമ്പോൾ, ഇന്റർവ്യൂ അല്ലെങ്കിൽ പോലും ആ ഒരു ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പഠിത്തത്തിലൂടെയും ഒരാളുടെ ഗ്രൂമിങ്ങിലൂടെയും ഉണ്ടാവുന്ന കാര്യമാണ്. ബോഡി ലാംഗ്വേജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ആ ഭാഷ എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളത് വളരെ റോങ് ആയിട്ട് ചിലപ്പോൾ നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ എറ്റിക്കേറ്റ് ആൻഡ് മാനേഴ്സ്. നമ്മൾ ഒരു സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം, ഒരാളെ മീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഒരാളെ ഗ്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഇതിനൊന്നും റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. പക്ഷെ എന്നാലും ഒരാള് കണ്ടിട്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബിഹേവിയർ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു വരണില്ല. വെറും പുസ്തകപുഴുവായിട്ട് അല്ലെങ്കിൽ പഠിച്ച റാങ്ക് എടുക്കുക, അല്ലെങ്കിൽ പഠിച്ച് ഉന്നത ബിരുദം നേടുക എന്നല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം അതിനൊരു നല്ല ഒരു ചേഞ്ച് ഒരാളിൽ വരുത്തും എന്നുള്ളത് ആരും വീട്ടിലുള്ള അച്ഛനമ്മമാരും ശ്രദ്ധിക്കുന്നില്ല, സ്വയം ശ്രദ്ധിക്കുന്നില്ല, ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. അവിടുന്ന് തുടങ്ങണം, ശരിക്കും സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അതെ, വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം വരും. പക്ഷെ എന്തുകൊണ്ടോ ആരും ഇത് നമുക്ക് പറഞ്ഞു തരുന്നില്ല. കുറെ കാര്യങ്ങൾ, ഈവൻ നമ്മൾ പഠിക്കുന്ന ചില സെന്റൻസുകൾ, ഇതിലൊക്കെ തന്നെ പ്രശ്നമുണ്ട്. അതായത് പേരെന്താന്നുള്ളതിന് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് നമ്മൾ പഠിക്കണം. പക്ഷെ ഇന്ന് ഞാനിപ്പോ ഇവിടെ വന്നിരുന്നിട്ട് ഹലോ വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും ഈ പെണ്ണ ഇത് കോത്താഴത്തിൽ നിന്ന് വരുന്നത്, ഇതിന്റെ വേഷം മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ, പക്ഷെ ഇന്ന് മര്യാദയ്ക്ക് വർത്താനം പറയാൻ അറിയില്ലല്ലോ. ഇറ്റ് ഇസ് സർ മേ ഐ നോ യുവർ നെയിം പ്ലീസ്, മാം മേ ഐ നോ യുവർ നെയിം പ്ലീസ്. പക്ഷെ ആരും അത് പറഞ്ഞു തരണില്ല. വാട്ട് ഇസ് യുവർ നെയിമിൽ നിന്ന് മേ ഐ നോ യുവർ നെയിം പ്ലീസിലേക്ക് കാലം മാറിയെന്ന്. സോ ഇതിനിടയ്ക്കൊരു ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് കടക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇത് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സ്ഥാപനമാണ് റീച്ച് എന്ന് പറയുന്ന സ്ഥാപനം. അതായത് നമ്മൾ പഠിച്ചു വെച്ച കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ മറ്റു പലതുമാണ്. സോ ഇത് രണ്ടും തമ്മിൽ, അതായത് അക്വയർഡ് സ്കില്ലും റിക്വയർഡ് സ്കില്ലും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ റീച്ച് എന്ന ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം. കാരണം തീർച്ചയായും അത് ഈ ഒരു കുറവ് മനസ്സിലാക്കി ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയാം. കാരണം പല ഫിനിഷിംഗ് സ്കൂൾസും അപ്രാപ്യമായ ഒരു
ഫിനിഷിംഗ് സ്കൂൾസിനെ പറ്റി നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ പലതും ഈ അതിന്റെ ചാർജസും ആ അറിയുന്ന ഒരു ക്രൗഡ് തന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു ക്രൗഡ് തന്നെ കുറച്ചൊരു അപ്പർ എക്കലോണിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു എന്തൊരു കോൺസെപ്റ്റ് അത് സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നതിന് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞേ പറ്റൂ ഇവിടെ. കാരണം എന്നുവെച്ചാൽ ഈ ഒരു അതായത് റീച്ച് ആ പേര് പറയുന്നത് പോലെ തന്നെ എത്തിപ്പെടേണ്ട ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് അല്ലേ? 2009 ഡിസംബർ 29 റീച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനോടകം തന്നെ 1000-ലധികം പെൺകുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ ജോലി നേടാൻ സഹായിക്കുകയും ചെയ്ത സ്ഥാപനമാണ് റീച്ച് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പണ്ട് ഫിനിഷിംഗ് സ്കൂൾ അറിയാമായിരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എഡ്യൂക്കേഷൻ വേണമെന്ന് അറിയാമായിരുന്നത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിക്ക് മാത്രമായിരുന്നു. പക്ഷെ ഇത് ശരിക്കും വേണ്ടത് എല്ലാവർക്കുമാണ്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാർക്കും അത്യാവശ്യമാണ്. പക്ഷെ നമ്മള് ബീങ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വി വർക്ക് ഫോർ ദി വിമൻ എംപവർമെന്റ്. Moreover, this is a women's program. Yes, of course. So അതുകൊണ്ട് റീച്ച് എന്ന സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ള കോഴ്സിന്റെ പേര് RCP എന്നാണ്, റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. 60 ദിവസത്തെ കോഴ്സാണ്. ഒരു ദിവസം വെറും 3 മണിക്കൂർ മാത്രം നമ്മൾ ചെലവഴിച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പൊ വേണമെങ്കിൽ വീട്ടമ്മമാർക്ക് കുട്ടികളൊക്കെ സ്കൂളിലാക്കിയിട്ട് വന്ന് കുട്ടികളെത്തുന്നതിന് മുന്നേ തിരിച്ചു പോകും, അതിനും സൗകര്യമുണ്ട്. അപ്പൊ പല പല ബാച്ചുകളിലായി 3 മണിക്കൂർ സമയം, ഒരു ദിവസം നിയർലി 4 ബാച്ച് 5 ബാച്ചൊക്കെ നടക്കാറുണ്ട് സൈമിൾട്ടേനിയസ്ലി. സോ അങ്ങനെ നടക്കും 60 ദിവസം. സോ 16 to 3 ഇറ്റ്സ് ടോട്ടൽ ഓഫ് 180 hours, 180 മണിക്കൂർ സമയം. ഈ 180 മണിക്കൂർ സമയം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബോഡി ലാംഗ്വേജ്, സോഷ്യൽ എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ്, അതുപോലെ തന്നെ ബേസിക് IT സ്കിൽസ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുന്നത്. ആൻഡ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പോ അറിയേണ്ട ഒരു കാര്യമാണ്, കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം അവിടെയാണ്. APL കാറ്റഗറിക്ക് വെറും 3400 രൂപയാണ്. അതായത് 400 രൂപ രജിസ്ട്രേഷൻ ഫീസ്, 3000 രൂപ ഫീസ്. വെറും 3400, അയ്യോ 3400 വെറുമാണോ എന്ന് ചിന്തിക്കരുത്. പലയിടത്തുള്ള റേറ്റ് കേട്ടാൽ ശരിക്കും ബോധം കെടും. ശരിക്കും പ്രൈവറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ 3000 എന്ന് പറയുന്നതിന്റെ ഒപ്പം ഒരു 0 കൂടെ ചേർത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അവിടെയാണ് സർക്കാർ നമുക്ക് വേണ്ടി വെറും 3400 രൂപയ്ക്ക് APL. ഇനി BPL കാറ്റഗറി ആണെങ്കിൽ റേഷൻ കാർഡിൽ BPL എന്നുണ്ടെങ്കിൽ 400 രൂപ മാത്രം അടച്ചാൽ മതി, വേറെ ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവില്ല. അപ്പൊ ഇത് ആക്ച്വലി നമ്മളിപ്പോ ബയോളജി പഠിക്കണോ, ഫിസിക്സ് പഠിക്കണോ, കെമിസ്ട്രി പഠിക്കണോ, ഞാൻ തന്നെ 12ാം ക്ലാസ്സിൽ പഠിക്കണം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചവനെ കൈ കിട്ടിരുന്നതിന് കൈകാലം പിടിച്ചു. കാരണം വൺസ് 12th ഒക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ പിന്നീട് ഒരു ജോലിയൊക്കെ വരുമ്പോ ചില സാധനങ്ങളൊന്നും നമ്മളിപ്പോ അപ്ലൈ ചെയ്യണതേ ഇല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്കിൽസ് ഉണ്ടല്ലോ, ഇത് മരണം വരെ എനിക്ക് വേണ്ട സാധനം. തീർച്ചയായിട്ടും ഈ റീച്ച് പോലൊരു സ്ഥാപനത്തിൽ നമ്മൾ 60 ദിവസം പഠിക്കുന്ന ഈ സ്കില്ല് ആക്ച്വലി ലൈഫ് ലോങ് വേണ്ട ഒരു സംഭവമാണ്, അല്ലാതെ ഒരു എക്സാം ബേസ്ഡ് ജോലിക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യുന്ന, നമ്മൾ പെരുമാറുന്ന ആൾക്കാരെടുത്തും വളരെ മര്യാദയായിട്ടും, അതായത് ഏത് രീതിയിലാണോ പെരുമാറേണ്ടത്, മര്യാദ മാത്രമല്ല ഏത് രീതിയിൽ എങ്ങനെ ഓരോ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യണമെന്നും കൂടി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. സോ BPL നേരത്തെ പറഞ്ഞ പോലെ വെറും 400 രൂപയ്ക്ക് ഇവർക്ക് പഠിക്കാം. ആൻഡ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഏത് സ്ത്രീകൾക്കും വന്ന് പഠിക്കാം. ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 ആണ്. +2 പാസ്സായിരിക്കണം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഈ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ റീച്ചിന്റെ നമ്പർ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒന്ന് ചേരണം അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയണം. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് റീച്ചിന്റെ നമ്പർ ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, വേണ്ടുന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക റീച്ചിനെ. ഇനിയിപ്പോ നമ്മളിപ്പം അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ കോഴ്സുകളെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാമോ? അതായത് ഇപ്പൊ നമ്മൾ ഓരോ RCP എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ IELTS ഉണ്ട്. 2 കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് RCP വിച്ച് ഇസ് കോൾഡ് റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ 180 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സാണ് RCP എന്ന് പറയുന്ന റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഇതിന് പുറമെ റീച്ചിന് ആക്ച്വലി 2 സെന്റേഴ്സ് ഉണ്ട്, അതുകൂടി പറഞ്ഞോട്ടെ. ഫസ്റ്റ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് റീച്ചിന്റെ ഫസ്റ്റ് സെന്റർ. ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ ബിൽഡിംഗ്. നിങ്ങൾ നാഷണൽ ഹൈവേ പാസ് ചെയ്താൽ അപ്പോൾ കാണും. തീർച്ചയായിട്ടും ബിൽഡിംഗ് ആണ്. അതെ, അപ്പൊ അവിടെയാണുള്ളത്. സെക്കൻഡ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ പിലാത്തറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പിലാത്തറയിലാണ് നമ്മുടെ സെക്കൻഡ് സെന്റർ ഉള്ളത്. പയ്യന്നൂർ എത്തുന്നതിന് അല്പം മുമ്പ് പിലാത്തറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങളുടെ സെക്കൻഡ് സെന്റർ ഉള്ളത്. ഇനി കേരളത്തിൽ ഏത് ഭാഗത്തുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ 2 സെന്ററുകളിലും വന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്. കാരണം 2 സ്ഥലത്തും ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്.
ഇതിൽ തിരുവനന്തപുരത്താണെങ്കിൽ വനിതാ വികസന കോർപ്പറേഷന്റെ തന്നെയാണ് ഹോസ്റ്റൽ. ആൻഡ് ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഹോസ്റ്റൽ. അതാണ് ഏറ്റവും വലിയ സൗകര്യം. അപ്പോ വന്ന് പഠിച്ചു പോകാൻ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള കുട്ടികൾക്കും വന്ന് ഹോസ്റ്റലിലെ പറഞ്ഞല്ലോ, ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കോൾ ഉണ്ടോ? കോൾ നോക്കാം. ഹലോ ഹലോ മാഡം. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ഇത് എന്റെ പേര് സിന്ധു എന്നാണ്. സിന്ധു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാഡത്തിനോട്. ചോദിച്ചോളൂ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. ഞാനിപ്പോ ബാങ്ക് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ വന്നാൽ കോഴ്സിന് ഗുണം ഉണ്ടാവോ മാഡം? തീർച്ചയായും ഗുണമുണ്ടാവും. കാരണം ഈ ബാങ്ക് കോച്ചിങ് ഇപ്പൊ IBPS കോച്ചിങ് ആയിരിക്കും അല്ലെ സിന്ധു? അതെ അതെ, IBPS കോച്ചിങ്ങിലാണ് പോകുന്നത്. ഇപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മള് കുറെ ജനറൽ നോളജും ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല സിന്ധു. ഇതിൽ എന്താ വെച്ചാല് IBPS സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞ ഒരു ബാങ്ക് സിന്ധുവിനെ ഇന്റർവ്യൂ വിളിക്കുമ്പോ അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ പങ്കെടുക്കണം. അതിനുശേഷം പേഴ്സണൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഇതിലൊക്കെ പങ്കെടുത്ത് വിജയിക്കാൻ സാധിച്ചു എങ്കിൽ മാത്രമേ ആ ബാങ്കിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സോ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇംഗ്ലീഷാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പൊ അവിടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ RCP എന്ന് പറയുന്ന റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനകത്ത് IT സ്കിൽസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ സിന്ധു +2 കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ അധികം ഒന്നും അറിയില്ല. അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഓക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റീച്ചില് RCP എന്ന പ്രോഗ്രാമിൽ IT സ്കിൽസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈനംദിന ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ സ്കിൽസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിലുണ്ട്. താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പൊ ഈ സിന്ധു പറഞ്ഞതുപോലെ തന്നെ പല ഇതിനും നമ്മൾ കോച്ചിങ്ങിന് പോകുന്നത് അത്രയും റിട്ടൺ എക്സാംസിന്റെ ഇതിനാണ്. ജനറൽ നോളജ് പഠിക്കാൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എക്സാം ക്ലിയർ ചെയ്യാൻ. സോ അതെല്ലാം നമ്മൾ പഠിക്കണുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസ് നീഡഡ്. നമ്മൾ വേണ്ടത് ഇതിനേക്കാളും ആവശ്യമുള്ള ഒരു കാര്യം വിട്ടുപോകുന്നു. മുമ്പൊക്കെ കേട്ടിട്ടുള്ളതാണ്. കാരണം മലയാളികൾ 100% ലിറ്ററസി, ഭയങ്കര എഡ്യൂക്കേഷൻ ഹൈ ലെവലുള്ള ആൾക്കാർ ഇതൊക്കെ പറയെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ പല മലയാളികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ദേ ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് റിയലി വെൽ. ഇപ്പൊ ഇംഗ്ലീഷിലെന്ന് മാത്രമല്ല, ഇപ്പൊ അവിടെ പോയി ഒരു ഭാഷ പഠിച്ചാൽ ആ ഭാഷയിൽ പോലും, കാരണം എല്ലാവരും പഠിപ്പിസ്റ്റുകളാണെന്ന് പറയാം. എല്ലാം നല്ലോണം പഠിച്ച് നല്ല ഡിഗ്രി എടുക്കാനും ഏത് ഡിഗ്രി എടുക്കാനും മലയാളികൾ എടുക്കാനാണ്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊരു മനസ്സിലാക്കി, അതിന്റെ കുറവ് മനസ്സിലാക്കി ഇപ്പൊ പല സ്ഥലത്തും ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കുട്ടികൾക്ക് അത് IAS എക്സാംസിന് പോകുന്നവരും, ഈ പറഞ്ഞ പോലെ ബാങ്കിന്റെ ഇന്റർവ്യൂസിന് പോകുന്നവരും, അല്ലാതെ ബാക്കിയുള്ള ഇന്റർവ്യൂസിന് പോകുന്നവരും ഇന്നാണ് അതിന്റെ അടുത്ത കാലത്താണ് അതിന്റെ ആ കുറവ് മനസ്സിലാക്കിയത്, അല്ലെ? തീർച്ചയായും. അപ്പൊ ഇവിടെ ഈ കോഴ്സിന്റെ ഇതിൽ വരുമ്പോ ഇപ്പൊ ഇംഗ്ലീഷ് ട്രെയിനിങ് അതിനുള്ള ആക്ച്വൽ ട്രെയിനേഴ്സ് തന്നെയാണോ? എങ്ങനെയാണ് അതിന്റെ ട്രെയിനിങ്ങിന്റെ ഇത് പോകുന്നത്? തീർച്ചയായും നമുക്ക് IELTS-നാണെങ്കിൽ സർട്ടിഫൈഡ് IELTS ട്രെയിനർ തന്നെയുണ്ട്. അപ്പൊ IELTS നോർമലി കുട്ടികൾ പഠിക്കുന്നത് പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് അവർ IELTS ക്ലിയർ ചെയ്യണം. അതിന്റെ സ്കോർ അവർക്ക് ഇത്ര വേണം എന്നുണ്ട്. മിനിമം ഇത്ര സ്കോർ ഉണ്ടെങ്കിലേ കൺട്രീസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിയമമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് IELTS പഠിക്കാൻ വേണ്ടി. ബട്ട് അതർ ദാൻ ദാറ്റ് നമുക്ക് RCP എന്ന കോഴ്സിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പം അത് ആക്ച്വലി അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ് സെന്റൻസുകളും അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് RCPയുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് നമ്മുടെ ഫാക്കൽറ്റീസ്. ആൻഡ് ദാറ്റ് ഇസ് അനദർ ഹൈലൈറ്റ് ഓഫ് കാരണം മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇത്രയും വളരെ ഹൈ ചാർജസ് ഒക്കെ കൊടുത്തു പോകുന്ന ആ റേറ്റിലുള്ള അതായത് അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അത്രയും മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കും എന്നായിരിക്കും. ഇവിടെ ഇന്ന് റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇനി അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവുമോ എന്ന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് നമുക്കുള്ളത്. ഫാക്കൽറ്റീസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരാളെ എംപവർ ചെയ്യുന്നതാണ്. അപ്പം അത്രയും സ്കില്ലുള്ളവർ അത് ചെയ്താൽ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ. അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫാക്കൽറ്റീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതും അവരെ ട്രെയിൻ ചെയ്ത് നമ്മൾ ബാക്കി കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതും. പിന്നെ പറഞ്ഞ ഓരോ കോഴ്സ്, ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത എന്താണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവരെ ഇത് ചെയ്യിക്കും. പിന്നെ അത് കഴിഞ്ഞ് IT അല്ലെ, IT സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെ പല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നമുക്ക് അറിയാം, പക്ഷെ നമുക്കത് അറിയില്ല. അതാണ് ഇപ്പോ കുട്ടിക്കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞാല്
ഉറപ്പാണ് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി ഒരു വശത്തേക്ക് അത് ഉറപ്പാണ്. പക്ഷെ ഭാവിയിൽ ഒരു കാര്യം നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞാൽ അപ്പോഴും കണ്ണിന്റെ കൃഷ്ണമണി ഒരു വശത്തേക്ക് പോകും, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബട്ട് വി ഡോണ്ട് നോ. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോയി ഇരിക്കുമ്പോ പാനലിൽ ഇരിക്കുന്നവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് എൻ ഇൻസിഡന്റ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്, ടെൽ മീ അബൌട്ട് എൻ മെമ്മറബിൾ ഇൻസിഡന്റ്. ഇങ്ങനെ പലതും ചോദിക്കും. ഇതൊന്നും അവര് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മാന്തി എടുക്കാൻ വേണ്ടി ചോദിക്കണതല്ല. പല സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ബോഡി ലാംഗ്വേജ് അറിയുന്നവരാണ് പാനലിൽ ഇരിക്കുന്നതെങ്കിൽ അവന് വ്യക്തമായി അറിയാം മുമ്പ് നടന്നിട്ടുള്ള കാര്യം ആലോചിക്കുകയാണെങ്കിൽ കൃഷ്ണമണി ഏത് വാക്കേ പോകും. ഇനി പണ്ട് നടന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നതും എന്നാൽ ശരിക്കും ആലോചിച്ച് കൂട്ടുന്നതുമാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് പോകും. സോ വി നോ ദാറ്റ്. വിൽ കം ടു ദാറ്റ്. ഒരു കോൾ ഉണ്ട്. ഹലോ വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, എന്റെ പേര് ശൈലജ എന്നാണ്. ഞാൻ മലയങ്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രോഗ്രാം കണ്ടിട്ടാണ് വിളിക്കുന്നത്. ശൈലജ ചോദിച്ചോളൂ കേട്ടോ. മാഡം ഒന്ന് ശൈലജ പറയൂ. മാഡം, ഞാൻ 39 വയസ്സുള്ള സ്ത്രീയാണ്. എനിക്ക് 2 മക്കളുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പം വീട്ടിലെ മക്കള് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഹസ്ബൻഡ് വിടൂല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആക്റ്റീവ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒക്കെ ചെയ്തിപ്പം ബാക്കിയുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോ കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ടൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനും കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ട്. നമ്മള് ഡിഗ്രിയൊക്കെ ബികോം ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പൊ എല്ലാം ഒരു മടി പിടിച്ച് അങ്ങനെ ഒരു ഇതായിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ കോഴ്സ് പറ്റി കേട്ടപ്പം അതിന് ചേരാൻ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ശൈലജയെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് RCP എന്ന റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. അതില് നമ്മൾ എന്തൊക്കെ പഠിക്കും മാഡം? നമുക്ക് എന്തൊക്കെയായിരിക്കും അവര് തരുന്ന കോഴ്സുകൾ? കോഴ്സിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ബോഡി ലാംഗ്വേജും IT സ്കിൽസും സോഷ്യൽ എറ്റിക്കേറ്റും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ശൈലജയോട് പറഞ്ഞാല്, ശൈലജ ഇപ്പൊ എന്നോട് പറഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കാൻ പോകുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. 2 കുട്ടികളല്ലേ ശൈലജ പറഞ്ഞത്? ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്റെ ആള് വിടത്തുമില്ല ജോലിക്ക്. എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട്ടിലുള്ള ഇതൊക്കെ ഒന്ന് മാറിയെടുക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ശൈലജയുടെ 2 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശൈലജ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് വാസ്തവമാണല്ലോ. എനിക്ക് അതാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളും കുറച്ചുകൂടെ സ്മാർട്ട് ആവണം തോന്നാണ്. പിള്ളേർക്കും അത് ഇത് ബാധിക്കുള്ളൂ. ഓക്കെ, സോ ശൈലജയെ പോലുള്ളവർക്കാണ് താല്പര്യമുണ്ട് മാഡം. ഓക്കെ, ശൈലജയെ പോലുള്ളവർക്കാണ് ശരിക്കും RCP എന്ന പ്രോഗ്രാം. ഇനി നമ്മുടെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. ജൂലൈ 16-ാം തീയതിയാണ്. ജൂലൈ 16-ാം തീയതിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചിൽ രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചാൽ മതി. സെന്ററിൽ പോയാൽ മതിയോ? തീർച്ചയായും വന്നോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ ശൈലജ, ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം ആഫ്റ്റർ ദ ബ്രേക്ക്. ഇതിന്റെ മൾട്ടി ലെയർ ട്രാൻസ്പെറന്റ് കോട്ടിംഗ് നൽകുന്നു UPF 40+ പ്രൊട്ടക്ഷൻ. സോ സൂപ്പർ കൂൾ. ജോൺസ് H2O ഷേക്ക്, ഇതിലും നല്ല കൂടെയില്ല. ഇൻലാൻഡ് വാട്ടർ വെസൽ നിയമം കർശനമാകുന്നതോടെ ആലപ്പുഴയിലെ കായൽ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം കടുത്ത സ്ത്രീ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചും ഒക്കെയാണ്. അതായത് എങ്ങനെയാണ് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ IT കുറച്ച് പഠിപ്പിക്കും, പിന്നെ ഈ ബോഡി ലാംഗ്വേജിന്റെ കാര്യം നമ്മൾ പറയായിരുന്നു, ഇന്റർവ്യൂവിന് എങ്ങനെയാണ് ഫെയർ ചെയ്യേണ്ടതെന്ന്. അപ്പോ ഇതെല്ലാം ആക്ച്വലി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കുറെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇപ്പോ ഒരാള് വഴിവെക്കത്ത് ഒരു പുരുഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അവനെ നോക്കി കമന്റ് അടിച്ചിട്ടില്ലേ, ഓ അവനാള് ശരിയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ്. അപ്പൊ ഇതുപോലെ ആമ്പിള്ളേർ നമ്മളെ തിരിച്ചടിക്കും. അതായത് അവര് പറയും അവള് പോണ പോക്കേണ്ട ഓള് വീഴും. കാരണം എന്താ, പെണ്ണുങ്ങൾ നടക്കണ രീതി കാണുമ്പോൾ അവർക്ക് തോന്നണതാണ്. ബോഡി ലാംഗ്വേജ് തെറ്റുന്നുണ്ട്. കുട്ടി ചിലപ്പോൾ ഡീസന്റ് കുട്ടിയായിരിക്കും, വളരെ നല്ലതായിരിക്കും, ബട്ട് അവളുടെ ബോഡി ലാംഗ്വേജ് തെറ്റാണ്. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ തോന്നുന്നത്. ആൻഡ് ബോഡി ലാംഗ്വേജ് കറക്റ്റായിട്ട് പ്രയോഗിക്കാത്തതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാല് പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പാവമാണ്. നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ഞാനൊരു പാവമാണ്, എന്നെ തല്ലിക്കോ കൊന്നോ ഞാനൊന്നും ചെയ്യത്തില്ല. കാരണം അങ്ങനെയാണ് നടക്കുന്നത്. നോട്ടത്തിലോ ഭാവത്തിലോ ബോഡി ലാംഗ്വേജിലോ ബോൾഡ്നെസ് വരുന്നില്ല. അപ്പോ
ഓപ്പോസിറ്റ് നിൽക്കുന്നവന് സ്വാഭാവികമായിട്ടും ഒന്ന് എന്തെങ്കിലും ചെയ്യാനൊന്നും തോന്നിപ്പോവും. അത്തരത്തിലാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. അപ്പൊ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തണം. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഒന്ന് അടുക്കാൻ ആൾക്കാർ പേടിക്കും. ഒരു ഫീൽ വരണം. അതായത് ഐ ഹാവ് ടു ബി ബോൾഡ്. ഞാൻ ബോൾഡ് ആയിരുന്നാൽ മാത്രമേ ഈ ലോകത്തിന് എനിക്ക് ഫേസ് ചെയ്യാനുള്ളൂ. ആദ്യം ഉള്ളിൽ വരുമ്പോ തന്നെ ഈ ബോഡി ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. ഈ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് സ്ത്രീകളിൽ നൽകാൻ വേണ്ടിയിട്ട് റീച്ച് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഒരു പവർ ഉണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ കാട്ടില് നോക്കുകയാണെങ്കിൽ സിംഹത്തിനെ അവിടെ എന്താ പറയണത്, പിന്നെ ആരും ഭരണാധികാരിയായിട്ട് എടുത്ത് നിർത്തുന്നൊന്നുമില്ല. സത്യപ്രതിജ്ഞയും ചൊല്ലിയിട്ട് കുറെ ആളും കൂടിയിട്ട് നിങ്ങളുടെ രാജാവാക്കണമെന്നില്ല. ഇറ്റ് ഈസ് ബിക്കമിംഗ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. Automatically, it's getting coronated. How? That is because of its stature, its body language. Yes, അത് തന്നെയാവാണ്. ഇതൊന്നും ആരും അതിന് കിരീടധാരണം നടത്തിയിട്ടല്ല സംഭവിക്കുന്നത്. ഇതുപോലെ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ സൊസൈറ്റിയിൽ ഏത് പൊസിഷൻ വേണം, ഞാൻ എങ്ങനെ നിൽക്കണം, ഇത് എന്റെ കയ്യിലാണ് എന്ന തിരിച്ചറിവ് സ്ത്രീക്ക് ഉണ്ടായാൽ മാത്രമേ അവൾക്ക് സമൂഹത്തിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാര്യങ്ങൾ ധീരമായിട്ട് ചെയ്യാനും സാധിക്കുന്നു. ഇപ്പം ഇത്രയും നമുക്ക് റിസർവേഷൻ വന്നു. ഇപ്പൊ ഭരണചക്രം തിരിക്കാനായിട്ട് സ്ത്രീകൾ വരാൻ പോവാണ്. അപ്പോ ഉന്തിത്തള്ളി വരേണ്ട ഒരു അവസ്ഥ വരരുത്. വരണം നമ്മൾ തന്നെ. നമ്മൾ തിരിച്ചറിയണം ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. മറ്റൊരു സ്ത്രീ, ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നുമല്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പുരുഷനും സ്ത്രീയും ഈശ്വരന്റെ രണ്ട് സൃഷ്ടികളാണ്. പുരുഷനും സ്ത്രീയും പരസ്പരം റെസ്പെക്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചാൽ മാത്രമേ പുരുഷന് പുരുഷന്റേതായ കഴിവുകളും സ്ത്രീക്ക് സ്ത്രീയുടേതായ കഴിവുകളും. കാര്യമാണ് റൈറ്റ്സ്. ആരുടെയാണ് റൈറ്റിന്റെ ആവശ്യം? ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരാളുടെ പിടിച്ചു വാങ്ങിക്കാനുള്ളതല്ല. രണ്ടുപേർക്കും ഈക്വൽ റെസ്പെക്ടോട് കൂടി ജീവിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേരുടെയും കപ്പാസിറ്റീസ് ഡിഫറെന്റ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചറിയണം. അല്ലാതെ ഞാൻ പുരുഷനെ പോലെ ആവണം അല്ല, ഞാൻ ഉത്തമ ഒരു സ്ത്രീ ആവണം. അതാണ് പ്രൗഡ് ബിക്കോസ് ഐ എം എ വുമൻ. ആ ഒരു ഇതാണ് വേണ്ടത്. അല്ലാതെ എനിക്ക് പുരുഷനെ പോലെ ആവണം എന്നുള്ളതല്ല. സ്ത്രീ ആയത് തന്നെ ഒരു ഭയങ്കര സംഭവം. ഏതെങ്കിലും പുരുഷൻ നിന്നിട്ട് എനിക്ക് സ്ത്രീയെ പോലെ ആവണം എന്ന് വിചാരിച്ചാൽ പറ്റുമില്ല. അതുപോലെ സ്ത്രീയും വിചാരിക്കണം എനിക്ക് ഞാനാണ് ആവേണ്ടത്, എന്റെ ഉള്ളിൽ എന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പൊ ആ ബോൾഡ്നെസ് ഉണ്ടാക്കി കൊടുക്കാൻ, ആ കോൺഫിഡൻസ്, ഈ കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടി സൊസൈറ്റിയോട് പറയാൻ, സ്വയം പറയാൻ സ്ത്രീയെ പ്രാപ്തിയാക്കുക എന്നുള്ളത് പിന്നെ റീച്ചിന്റെ ഒരു ലക്ഷ്യമാണ്. കാരണം കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇറ്റ് വർക്ക്സ് ഫോർ ദ എംപവർമെന്റ് ഓഫ് വിമൻ. അപ്പം സമഗ്രമായിട്ടുള്ള എംപവർമെന്റ് ആണ്. അതിൽ എഡ്യൂക്കേഷൻ ഒരു പാർട്ടാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഇത്തരത്തിൽ സ്ത്രീയെ എംപവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ശൈലജ പറഞ്ഞ പോലെ ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് അപ്പൊ കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. കാരണം പലരും നമ്മൾ നമ്മുടെ കുറവുകളെ ഒരിക്കലും മനസ്സിലാക്കില്ല. മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അത് വേഗം കണ്ടുപിടിക്കും. പക്ഷെ നമ്മളിലുള്ള കുറവുകൾ ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് ഇത് കുറവാണ് എന്നാൽ അത് നികത്തി അതെങ്ങനെ ശരിയാക്കി. ഇപ്പൊ ശൈലജ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം ഇപ്പൊ മനസ്സിലാക്കി തനിക്കില്ലെങ്കിലും ആ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് കോഴ്സ് കുട്ടികളാണ്. അപ്പൊ കുട്ടികളിലേക്ക് അത് പകർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ജോലി വേണ്ട എന്നുണ്ടെങ്കിൽ പോലും ഈ റീച്ച് പോലത്തെ സ്ഥാപനത്തിൽ വരിക, റീച്ചിൽ തന്നെ വരിക. കാരണം അവിടെ ഏറ്റവും നല്ല ഫാക്കൽറ്റി നിങ്ങൾ തയ്യാറായിരിപ്പുണ്ട് നിങ്ങളെ നന്നായിട്ട് ഗ്രൂം ചെയ്യാൻ, അല്ലേ? തീർച്ചയായും. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. കാരണം കുട്ടികളെ സ്കൂളിൽ വിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം ആയില്ല. നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ അവരെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും. അത് എല്ലാ പാരന്റും, അത് ഏത് സോഷ്യൽ സ്റ്റാറ്റസിലുള്ള പാരന്റ് ആയാലും തന്റെ കുട്ടി ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം. കാരണം ആ കുട്ടി ഏറ്റവും നന്നായി വളരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുവേണ്ടി കുട്ടിയെ ഗ്രൂം ചെയ്യുമ്പോൾ അമ്മമാരുടെ പങ്ക്, അച്ഛനും പങ്കുണ്ട്, അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം വീട്ടിലെ കുട്ടി ഒരു എറ്റിക്കേറ്റ് തെറ്റ് ചെയ്യുമ്പോ മോനെ അത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് ആധികാരികമായിട്ട് പറയാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയണം. അതെ. ഹലോ 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 വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? ഞാൻ മലപ്പുറത്ത് വിളിക്കുകയാണ്, റാഫി എന്നാണ്. ഓക്കെ, ചോദിച്ചോളൂ കേട്ടോ. റാഫി പറയൂ. എന്റെ പെങ്ങളുടെ വിളിക്കുകയാണ്. അവള് BA കഴിഞ്ഞിരിക്കുകയാണ്, BA ഹിന്ദി ആയിരുന്നു. അപ്പൊ അത് നമ്മളോട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെ അത് ചെയ്തിട്ട് കാര്യമുണ്ടോ ഈ കോഴ്സ്? തീർച്ചയായും. BA ഹിന്ദി ആയതുകൊണ്ട് ഇവിടെ ചേരാൻ പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ. എന്ത് +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനായിരുന്നു പെങ്ങള് BA ഹിന്ദി എടുത്തത്? ഹിന്ദി എന്താ എടുത്തത്? അഡ്മിഷൻ മാർക്ക് കുറവായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഹിന്ദി എടുത്തു. അതുകൊണ്ട് പോയി എടുത്താണ്. ഓക്കെ, ചേർന്നു അത്രേ ഉള്ളൂ. ഇനി അടുത്ത് എന്ത് ചെയ്യാനാ പെങ്ങളുടെ ഉദ്ദേശം?
അങ്ങനൊന്നും വ്യക്തമായി തീരുമാനിച്ചിട്ടില്ല. ബി എ കഴിഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ വിളിച്ചതാ. ശരി ശരി. ഇതിനകത്ത് നമ്മളിപ്പോ ബി എ ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പെങ്ങൾക്ക് മരണം വരെ ആവശ്യമായിട്ടുള്ള കുറെ സ്കില്ലുകളുണ്ട്. പെങ്ങളെ ഇനിയിപ്പോ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. സമൂഹത്തിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യണമെങ്കിൽ പെങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ റീച്ച് എന്ന സ്ഥാപനത്തിലൂടെ റീച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മലപ്പുറത്തായതുകൊണ്ട് കണ്ണൂരിലോ തിരുവനന്തപുരത്തോ വരാം കേട്ടോ. വന്ന് താമസിക്കേണ്ടി വരും. കണ്ണൂരും തിരുവനന്തപുരത്തും സൗകര്യമുണ്ട്. അപ്പൊ റാഫിയുടെ ഏതാണോ സൗകര്യം, ഇപ്പൊ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ പോവാം, ഇനി തിരുവനന്തപുരത്ത് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് വരാം. 2 സ്ഥലത്തും ഹോസ്റ്റലുണ്ട്. 2 സ്ഥലത്തും ഹോസ്റ്റലുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് വരാണെങ്കിൽ ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഹോസ്റ്റലും നമ്മുടെ ഓഫീസുമായിട്ട്. 2 സ്ഥലത്താണെങ്കിലും ഹോസ്റ്റലിന്റെ പൈസ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ വനിതാ വികസന കോർപ്പറേഷന്റെ ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ സബ്സിഡൈസ്ഡ് റേറ്റ് ആണ്. മറ്റുള്ള കുട്ടികൾ കൊടുക്കുന്ന അത്രയും തുക നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരില്ല. കുറച്ച് സബ്സിഡൈസ്ഡ് റേറ്റ്. അതെ, റീച്ച് സ്റ്റുഡന്റ് ആയതുകൊണ്ട്. കണ്ണൂരിലെ പിലാത്ര എന്ന് പറയുന്ന സ്ഥലമാണ്. പയ്യന്നൂർ എത്തുന്നതിന് ഒരു അല്പം മുമ്പായിട്ടാണ് ഈ പിലാത്ര എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ശരി റാഫി, താങ്ക് യു. ഇപ്പൊ പറഞ്ഞ ഇപ്പം ബി എ ഹിന്ദി പഠിച്ചു. അപ്പൊ ഇതില് ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല, കാരണം നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിന് ഇവിടെ വരുന്നില്ല. ഇപ്പൊ ഈ IELTS കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും? ഫോറിൻ ഇതിലെ നഴ്സ്? അതെ, പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ. അവര് പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അവര് IELTS എക്സാം പാസ്സാവണമെന്നും അതിൽ ഇത്ര സ്കോർ, മിനിമം ഇത്ര സ്കോറെങ്കിലും ഓരോ കൺട്രി ടു കൺട്രി ഡിഫേഴ്സ്, അത് ഇത്ര വേണമെന്ന് നിർബന്ധമുണ്ട്. അപ്പൊ ആ എക്സാം എഴുതാനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. വേറെ IELTS റീച്ചിൽ പഠിക്കാൻ നിങ്ങൾ 4,000 രൂപ മാത്രം മുടക്കിയാൽ മതി. ഇനി BPL കാറ്റഗറി ആണെങ്കിൽ 400 മാത്രം. ഒരു 400 രൂപയ്ക്ക് നിങ്ങൾ IELTS പോലൊരു കോഴ്സ് പഠിക്കുകയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഹോസ്റ്റലില് സബ്സിഡൈസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത്, അതായത് ഈ ഹോസ്റ്റലില് വേറെയും ആൾക്കാർ താമസിക്കുന്നുണ്ടാവും അല്ലെ? അതെ, അത് KSWDC നടത്തുന്ന ഹോസ്റ്റലാണ്. അതെ, വനിതാ വികസന കോർപ്പറേഷൻ നടത്തുന്ന ഹോസ്റ്റലാണ്. അത് വർക്കിംഗ് വിമൻ ഹോസ്റ്റലാണ്. ഒരുപാട് കുട്ടികളുണ്ട്, ഐ മീൻ ലൈക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിനകത്ത് റീച്ചിലെ കുട്ടിയാണ് അവിടെ പോയി ജോയിൻ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന അത്രയും റേറ്റ് കൊടുക്കണം, കുറച്ചും കൂടി കുറവാണ്. കാരണം റീച്ച് സ്റ്റുഡന്റ് എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. ശരി, ഇപ്പൊ റീച്ചിന്റെ ബാക്ക് ടു കോഴ്സസ്, ഇപ്പം നമ്മളിപ്പം ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പൊ ഒരു ക്ലാസിന്റെ ഒരു ഏകദേശ രൂപം ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ക്ലാസ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ച മാതിരി ഒരു ടീച്ചർ വരണു, ഒരു പെർട്ടിക്കുലർ ബുക്ക് എടുക്കണം, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കണം, സെക്കൻഡ് ചാപ്റ്റർ എടുക്കണം, അങ്ങനെയല്ല റീച്ചിൽ പഠിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നുമല്ല, ലൈഫിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഭയങ്കര ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അവരെ കൊണ്ട് നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യിക്കും, ഫ്രണ്ടിലേക്ക് വരാൻ പറയും, റോൾ പ്ലേസ് കൊടുക്കും, അതവര് എനാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ലിസണിംഗ് ഉണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. സോ വി ഹാവ് എ ലാംഗ്വേജ് ലാബ്. അപ്പൊ ലാംഗ്വേജ് ലാബിൽ അവരിരുന്നിട്ട് അവർ കേട്ടും ഇതും പഠിക്കും, എന്നിട്ട് അവരത് എക്സ്പ്രസ് ചെയ്യും. അതെല്ലാം നമ്മൾ നോക്കും. പിന്നെ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബേസിക് സാധനമാണ് CV മര്യാദക്ക് ഉണ്ടാവുക. അയ്യോ, അതൊരു വലിയ വിഷയമാണ് കേട്ടോ. കാരണം CV ഇപ്പോഴും ആർക്കും മര്യാദക്ക് ചെയ്യാൻ അറിയില്ല. ഇപ്പോഴും നെയിം 2 കുത്ത്, ഫാദർ 2 കുത്ത്, മദേഴ്സ് നെയിം 2 കുത്ത്, പിന്നെ ഇങ്ങനെയൊക്കെ CV ഉണ്ടാവാം. കാലം മാറിപ്പോയി. ആ CV ഒക്കെ കൊണ്ട് എവിടെയെങ്കിലും പോയി പണി കിട്ടില്ല. സോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് അറിയില്ല. അതാണ് കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. മുമ്പ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ മുമ്പ് ആൾക്കാർ കൊടുത്തിട്ടുള്ള ആ CVയുടെ ഒരു കോപ്പി എടുക്കും, അതിന്റെ തന്നെ പേര് മാറ്റി ഈച്ചടിച്ചാൻ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കറക്റ്റ് ആണ് കേട്ടോ. കാരണം അമ്മ അതിലിങ്ങനെ നോക്കി വെക്കും. എവിടെയെന്നറിയോ, ഇപ്പൊ ഹോബീസ് എല്ലാ CVയിലും ഉണ്ടാവും. ഫസ്റ്റ് എഴുതി വെക്കും റീഡിംഗ്, പിന്നെ പണ്ട് തൊട്ടേ ഉള്ളതാണ് റീഡിംഗ്, റൈറ്റിംഗ്, ഗാർഡനിങ്, സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ. ഇതിൽ പാനലിൽ ഇരിക്കുന്നവൻ ടെൽ മീ അബൌട്ട് ദ ബുക്ക് ദാറ്റ് യു ഹവ് റെഡ് റീസെന്റ്ലി. ഈ ഇടക്കാലത്ത് നമ്മൾ ആഴ്ചപ്പതിപ്പ് പോലും വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഹോബി എഴുതി വെച്ചേക്കുന്ന റീഡിംഗ്. മഹാമണ്ടത്തരങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഓൾവേസ് റിമെമ്പർ, കാരണം CVയിൽ എന്താണോ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഒരു കാരണവശാലും നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം നിങ്ങളുടെ CVയിൽ എഴുതരുത്. മണ്ടത്തരാണിത്. ആൻഡ് CVയുടെ ഒരു മോഡ് മാറി. ഇപ്പൊ പഴയതുപോലെ ഒരു DTP സെന്ററിൽ കൊണ്ടുകൊടുത്ത് ഇങ്ങനെ ലൈക്ക് ദാറ്റ്.
സിവിന്റെ ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ അറിയണം. അതെല്ലാം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല ഓരോ കുട്ടികളും അവരവരെ തന്നെ അവരവരുടെ CV പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമ്മൾ ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതെന്തൊക്കെയാണ്, അതിൽ ഓരോ ക്വസ്റ്റിനും എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. മോക്ക് ഇന്റർവ്യൂസ് തീർച്ചയായും മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട്. കാരണം പലപ്പോഴും പെൺകുട്ടികൾക്ക് പറ്റുന്നത് അവരൊരു സാധാരണ ഇതിൽ നിന്ന് വന്നിട്ട് ഒരു വലിയ സെറ്റപ്പ് കാണുമ്പോഴത്തേനും അയ്യോ ഈ സ്ഥലത്താണോ ഞാൻ ജോലി ചെയ്യേണ്ടത്, ഇവിടെ ഇരുന്ന് എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും, ഇതൊക്കെ പെട്ടെന്ന് അവരെങ്ങനെ ചെയ്യും. റീച്ച് എന്ന് പറയുന്നത് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥാപനമാണ്. അവിടെ കയറി വരുന്ന ഒരാൾ ആദ്യനോട് ചോദിക്കുന്ന ചോദ്യം ഇത് സർക്കാർ സ്ഥാപനം തന്നെയാണോ എന്നുള്ളതാണ്. അത് സർക്കാർ സ്ഥാപനമാണ്, ഒരു സംശയവും വേണ്ട. പൂർണ്ണമായും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. സോ അതിനകത്ത് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും, ക്ലൈമറ്റ് കൺട്രോൾഡ് ക്ലാസ് റൂംസ് ആണ്. നമ്മൾ പഠിപ്പിക്കുന്നത് ഇന്ററാക്റ്റീവ് ബോർഡിലാണ് നമ്മൾ എഴുതുന്നത്, ബ്ലാക്ക് ബോർഡിലല്ല. ഓക്കെ, ഇന്ററാക്റ്റീവ് ബോർഡാണ്. PPTs ഉപയോഗിച്ചാണ് ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്നത്. വി ഹാവ് ദ പ്രൊജക്ടർ. അതുപോലെ തന്നെ ലാംഗ്വേജ് ലാബ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് പല ടോപ്പ് ആയിട്ടുള്ള കോളേജസിൽ പോലും അവൈലബിൾ അല്ല നല്ല ലാംഗ്വേജ് ലാബുകൾ. ലാംഗ്വേജ് ലാബ്, ഇൻഡിപെൻഡന്റ് കമ്പ്യൂട്ടേഴ്സ്, അതായത് ഒരു ബാച്ചിൽ നമുക്ക് ഉണ്ടാവുക 40 കുട്ടികളാണ്, 40 കമ്പ്യൂട്ടേഴ്സും നമുക്കുണ്ട്. സോ ലാബ് എന്ന് പറഞ്ഞാൽ അത്ര ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ലാബാണ്. അങ്ങനെ പിന്നെ ലൈബ്രറി ഉണ്ട്. പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വരൂ. റീഡിങ്ങിന്റെ കാര്യം അല്ലേ? ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ രാധികയാണ്, തേവലക്കരയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയാണ്. എന്റെ മകളുടെ കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണേ മാം. പറഞ്ഞോ. മോള് ഡിഗ്രി കഴിഞ്ഞതാണ്. പക്ഷെ ആ ഒരു സ്മാർട്ട്നെസ് പുള്ളിക്കില്ല. ഒരു നാണം കുണുങ്ങി പോലെ, എല്ലാത്തിനും ഒരു നാണം, പുറത്തിറങ്ങാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഒരു നാണം കുണുങ്ങി ടൈപ്പാണ്. അപ്പം കുട്ടിയെ ഒന്ന് ആക്റ്റീവാക്കി മാറ്റണം. അതിന് എന്താ മാം ചെയ്യേണ്ടത്? രാധേച്ചി കുടുംബശ്രീ എന്നല്ലേ പറഞ്ഞത്? കുടുംബശ്രീക്ക് പോകുമ്പോ മോളെ കൂടെ കൊണ്ടുപോകാറുണ്ടോ? കുട്ടിക്കാലത്തൊക്കെ കൊണ്ടുപോകായിരുന്നു, കുട്ടി കൂടെ വരുമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് വലുതായ ശേഷം വിളിച്ചാലും വരത്തില്ല, പിന്നെ ഞാനങ്ങ് വിളിക്കാറുമില്ല. അതാണ് രാധേച്ചി വിളിക്കാറില്ല, അതാ പ്രശ്നം. ഇത്തിരി വലുതായപ്പോ മോക്കങ്ങോട്ട് പറഞ്ഞു കൊടുത്തല്ലേ, ഇനി വലിയ കുട്ടിയായി, ഇനി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോന്ന് പറഞ്ഞു കൊടുത്തോ? അങ്ങനെയില്ല, വിളിക്കുമ്പോ പിന്നെ പഠിക്കാനുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞു കുട്ടി ഒഴിഞ്ഞു മാറാറുണ്ട്, പിന്നെ വിളിക്കാറുമില്ല. ഓക്കെ, ഇതിൽ രണ്ടുണ്ട് കാര്യം ചേച്ചി. ഒന്നെന്ന് പറയുന്നത് നമ്മള് വീട്ടില് ഒരു പ്രായം കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇടാവുന്ന പ്രശ്നമാണ്. നമ്മൾ പെൺകുട്ടികളോട് പറയും ഇനി അടങ്ങി ഒതുങ്ങിയിരുന്നോ, ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ള സമയമാണ് എന്നുള്ളത്. ഒന്ന് അവിടെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന തെറ്റ്. ഓക്കെ, അത് സംഭവിച്ചത് പോട്ടെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് ആലോചിക്കാം അല്ലെ? റീച്ച് പോലൊരു സ്ഥാപനം ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ, അതായത് സമൂഹത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരാനും അത് നാണം കുടുങ്ങിയായിട്ടിരിക്കുന്ന തരം പെൺകുട്ടികളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് റീച്ച്. ഇവിടെ നമ്മൾ നടത്തുന്ന കോഴ്സിനകത്തുള്ള ഓരോ സാധനങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം പ്രോമിനൻസ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ മകളെ തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് വിടുകയാണെങ്കിൽ ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാം. അല്ല, ഒരു സംശയമില്ല. ചേച്ചിയെ പോലെ തന്നെ സ്മാർട്ട് ആവും. കൈമനത്താണ്. ശരി, താങ്ക് യു സോ മച്ച്. കേട്ടോ, ആ സംസാരിച്ച ചേച്ചി നല്ല സ്മാർട്ടാ. കാരണം കുടുംബശ്രീ ഇതിലൊക്കെ പോകുന്നതാണ്. മകള് പിറകോട്ട് വലിയാണ്. ഈ പിറകോട്ട് വലിയുന്നതില്ല, ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കും ഒരു പങ്ക് ഉണ്ടായിരുന്നിരിക്കും. അതെ, പല വീടുകളിലും പെൺകുട്ടികൾ ഇന്ന് പോലും പല വീടുകളിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ഒരു സ്മാർട്ട് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നീ പെണ്ണാണ്, നീ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയും, അത് പറയും, ഇത് പറയും എന്ന് പറഞ്ഞിട്ട് പിറകോട്ട് വലിക്കുന്നത് വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഒരു 10 പ്രാവശ്യം കേൾക്കുമ്പോൾ ഒന്ന് ആ കുട്ടി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ച് നമുക്കും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഈ റീച്ചിൽ വരികയാണെങ്കിൽ കുട്ടികളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ വീട്ടുകാർ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും, കാരണം അതൊരു വലിയ ചേഞ്ച് ആണ്. കയറി വരുമ്പോൾ ഈവൻ അവരുടെ ഡ്രസ്സിങ്ങിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതിലും ഞങ്ങൾ പ്രോമിനൻസ് കൊടുക്കാറുണ്ട്. കാരണം പല കുട്ടികളും അവർക്ക് ഡ്രസ്സുണ്ട്, അവർ ഇടുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് 4 ഡ്രസ്സ് ഉണ്ടായാലും മതി. പക്ഷെ ആ 4 എങ്ങനെ വൃത്തിയായിട്ട് ഇടാം, അവിടെയാണ് കാര്യം. എങ്ങനെ നീറ്റായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല 40,000 ഡ്രസ്സ് വേണമെന്ന് വാശി പിടിക്കേണ്ട. നമുക്കുള്ള സാഹചര്യം വെച്ചിട്ടുള്ള നമ്പർ ഓഫ് ഡ്രസ്സ് നമുക്ക് മതി. പക്ഷെ അത് എങ്ങനെ നീറ്റായിട്ട് ഇടാം, എങ്ങനെ അതിനെ മാച്ച് ചെയ്ത സാധനം എങ്ങനെ നമ്മളെങ്ങനെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുന്നു, അതിൽ പോലും ഞങ്ങൾ പ്രോമിനൻസ് കൊടുക്കാറുണ്ട്. കാരണം ഒരാൾ കയറി വരുമ്പോൾ അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് അയാളുടെ ബോഡി ലാംഗ്വേജിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന സാധനമാണ് ഡ്രസ്സ്. അത് കഴിയുന്നതും സിമ്പിൾ ആവുന്ന ആണ് ഏറ്റവും നല്ലത്. സിമ്പിൾ ആൻഡ് എലഗന്റ് അതാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം അതിനും കൂടി നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പ്രോപ്പറായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അതും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇപ്പൊ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അവര് കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്ത് അവിടെ പറഞ്ഞു കൊടുത്ത് ഇവിടെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാരിമോദങ്ങ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല അഡ്വർടൈസ്മെന്റ്സും കണ്ടിട്ട് അവർ ഈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ അത് എങ്ങനെ ബേസിക്കലി ഉപയോഗിക്കണം എന്നുള്ളത്, അതായത് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പല കുട്ടികൾക്കും അറിയാതെ നമ്മൾ കാണുന്നതാണ്. മുഖം മാത്രം കഴുത്തൊക്കെ അങ്ങനെ വിട്ട് ചെവിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാള് ഒരു ഇന്റർവ്യൂനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനാണെങ്കിൽ പോകുമ്പോൾ പോലും അതൊരു
വല്ലാതെ ശരിയാണ്. അപ്പം മേക്കപ്പിന്റെ കാര്യം പോലും പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾ ഇപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇടുന്ന കണ്ട് ചിലരൊക്കെ ഒരു ജീൻസും ചിലപ്പോൾ ഒരു ലോങ് കുർത്തി ആയിരിക്കും അവരിടുന്നത്. അവരൊന്നും ഒരിക്കലും ഷോർട്സ് ഉപയോഗിക്കില്ല, പക്ഷെ ലോങ് കുർത്തി ഇട്ടിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് അവർ ചെയ്യണ എന്താ അറിയോ, പാൻസും കുർത്തിയാണ് ഇട്ടേക്കുന്നത്, മുടി പിന്നി കെട്ടിവെക്കും. അതെ, ഓക്കെ, അതിൽ പൂവും വെച്ചേക്കും. അതെ. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ബേസിക് സാധനങ്ങളാണ്, പക്ഷെ അവർക്ക് അറിയില്ല. അതെ, അത് ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ദേ ലുക്ക് ബ്യൂട്ടിഫുൾ. ഞാൻ പറയട്ടെ, അവര് മര്യാദക്ക് ഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സിറ്റിയിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന പിള്ളേരൊക്കെ പോക്കാ, കാരണം ദേ ആർ ദാറ്റ് ബ്യൂട്ടിഫുൾ. പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെ അവരെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാം. അവിടെയാണ് പ്രശ്നം. ക്യാരക്ടറിൽ അതുപോലെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, എല്ലാത്തിലും ഒരു മേക്ക് ഓവറാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ഞാൻ കേട്ടിട്ടുള്ളത്, കാരണം റീച്ചിൽ തന്നെ പഠിച്ചിട്ടുള്ള ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോകുന്നതിന് മുമ്പേ റീച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ടോ അങ്ങനെ പോയിട്ട് പോകുന്ന ആൾക്കാരല്ല അതിനകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ മേക്ക് ഓവർ കഴിഞ്ഞ് വരുമ്പോൾ ആ ചേഞ്ച് വളരെ നല്ല ഒരു ചേഞ്ചാണ്. കാണാൻ തന്നെ ഒരു രസമാണ്. പിന്നെ പറഞ്ഞ ഒരു ഇത് റീച്ചില് ജോലി, അതായത് വരുന്നവർക്കെല്ലാം ജോലി അഷ്വർ ചെയ്യുന്ന ഒരു കാര്യം, അത് എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. റീച്ച് ഒരിക്കലും ഒരു ജോലി കൊടുക്കുന്ന സെന്റർ ആണെന്ന് ആരും വിചാരിക്കരുത്. റീച്ചിൽ വരിക, പഠിക്കുക, ഇമീഡിയറ്റ്ലി പഠിച്ചിറങ്ങുന്ന 61ാമത്തെ ദിവസം നിങ്ങളെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ജോലിക്കിരുത്തും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ വിചാരത്തിൽ ആരും വരണ്ട. റീച്ച് ചെയ്യുന്നത് വി ഗിവ് യു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. കാരണം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്ക് പ്ലേസ്മെന്റിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഒരു മിനിമം 2 ഇന്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇതുവരെയുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഞങ്ങളുടെ കുട്ടികളെല്ലാം പ്ലേസ്ഡ് ആണ്. കാരണം എങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യണമെന്ന് അറിയാതെയാണ് അവർ വന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ അവരത് ചെയ്ത് ഒരു 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരെ, ഈ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ അവരുടെ നമ്പർ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം കാണും. റീച്ചിന്റെ നമ്പർ ഇപ്പം സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് പറഞ്ഞു കൊടുക്കുക, കാരണം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത നമ്മൾ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഈ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവർ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, വന്നു പഠിച്ചു ഉടനെ നിങ്ങൾ ജോലിയാക്കി കൊടുത്തു അവർക്ക് ഇതായി. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ അസിസ്റ്റൻസ് അതാണ് വലിയൊരു കാര്യമാണ്. കാരണം ചിലർക്ക് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനും അവിടെ പോയി ഇന്ന പർട്ടിക്കുലർ ഓഫീസ് മേ ബി ദേ ഹാവ് അവർ ഐഡന്റിഫൈ ചെയ്ത് കാണും, പക്ഷെ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയില്ല. സോ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അതിന് കവർ ലെറ്റർ ഉണ്ടാക്കണം, എങ്ങനെ നമ്മളത് അയക്കണം, എങ്ങനെ നിങ്ങളുടെ CV ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം. ഒരു ഇന്റർവ്യൂവിനകത്ത് നമ്മൾ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200-300 ആപ്ലിക്കേഷൻസ് ഒന്നിച്ചു വരിക. സോ അത്രയും സാധനം പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ CV മാറി നിൽക്കും, അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ അതെന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർ പലപ്പോഴും എന്നോട് പറയാനുണ്ട്, മാം പണ്ട് ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു, അപ്രാപ്യമായ ഒരു സാധനമാണ് ടെക്നോ പാർക്കോ എന്നാണ്. പക്ഷെ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ദേ വർക്കിംഗ് ദേർ. സോ സാറ്റിസ്ഫൈഡ്. ശരിക്കും എങ്ങനെ വന്നു കയറിയ കുട്ടിയാ അത് ഇപ്പൊ പഠിച്ചിറങ്ങി ജോലിക്ക് കയറി. ആൻഡ് നോക്കൂ, ഒരു സ്ത്രീ പ്ലേസ്ഡ് ആവുമ്പോ ഒരു കുടുംബത്തിന് തന്നെ ഒരു മാറ്റം വരും, വലിയ ചേഞ്ച് ആണ് വരുന്നത്. തീർച്ചയായിട്ടും ഒരു തലമുറയ്ക്ക് ചേഞ്ച് വരികയാണ്. കാരണം എക്കണോമിക്കലി ഷീ ഈസ് ബിക്കമിംഗ് വെരി സ്ട്രോങ് അല്ലേ? ഓഫ് കോഴ്സ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ദിവ്യ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. മാഡം, ഞാനൊരു ബിടെക് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം മാമിന്റെ റീച്ചിലെ കോഴ്സ് ചെയ്താല് എന്താ തൊഴിൽ സാധ്യത എന്താണുള്ളത്? തൊഴിൽ പറഞ്ഞേ ഉള്ളൂ. ബിടെക് കഴിഞ്ഞോ? ബിടെക് കഴിഞ്ഞു. ക്യാമ്പസ് ഇന്റർവ്യൂ വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. അപ്ലൈ ചെയ്തിരുന്നോ? പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ചെയ്തു. പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യും, പക്ഷെ ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് വരുമ്പോ കേറാൻ പറ്റുന്നില്ല. അതെന്താ ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ടിൽ കേറാത്തെ? കമ്മ്യൂണിക്കേഷൻ. അത് തന്നെയാണ് അവിടെ പ്രശ്നം. പറഞ്ഞപ്പോഴേ അതിന്റെ ഒരു ചെറിയ മാറ്റം വന്നു ശബ്ദത്തിൽ. അതാണ് ആക്ച്വലി പ്രശ്നം. കാരണം ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്ത് പോയിന്റ്സ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിൽ എന്ത് പോയിന്റ്സ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇത് പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. റീച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രോമിനൻസ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ആ ഇന്റർവ്യൂ കയറി പറ്റുമായിരുന്നില്ലേ?
അപ്പൊ അത്ര വിചാരിക്കേണ്ട കാര്യമുള്ളൂ. റീച്ച് നൽകുന്നത് ജോലിയല്ല, ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുമാണ്. പക്ഷെ ഒന്ന് ഉറപ്പിച്ചോളൂ, ഈ സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ജോലിക്ക് കയറിയിരിക്കും. ഓക്കെ, താങ്ക് യു. ഇത്രയും നല്ലൊരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ കോളിംഗ്. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ഇനിയും കേൾക്കാം. മാഡം, നനഞ്ഞ കുട അവിടെ, ഉണങ്ങിയ കുട ഇവിടെ. ജലാംശം അല്പം പോലും തങ്ങി നിൽക്കാത്ത ജോൺസ് H2O ഷേക്ക്. അത്യാധുനിക ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളതിനാൽ സൂപ്പർ ഡ്രൈ. മാഡം, പുറത്ത് നല്ല വെയിൽ, ഷേക്ക് കൊണ്ട് എന്ത് ചെയ്യും? വെയിലോ? UPF ഇല്ല ചേട്ടാ. ഇതിന്റെ മൾട്ടി ലെയർ ട്രാൻസ്പെറന്റ് കോട്ടിംഗ് നൽകുന്നു UPF 40+ പ്രൊട്ടക്ഷൻ. സോ സൂപ്പർ കൂൾ. ജോൺസ് H2O ഷേക്ക്. ഇതിലും നല്ല കുടയില്ല. ഏഷ്യനെറ്റ് ബ്രോഡ്ബാൻഡ് കോംബോ ഓഫർ. ഇപ്പോൾ ഏഷ്യനെറ്റ് ഡിജിറ്റൽ TV വരിക്കാരാകൂ. നേടൂ ഏഷ്യനെറ്റ് ബ്രോഡ്ബാൻഡ് ഫ്രീ വിത്ത് 150 MB per month. ഏഷ്യനെറ്റ് ബ്രോഡ്ബാൻഡ്, ഫാസ്റ്റ്, റിലയബിൾ, അഫോർഡബിൾ. വെൽക്കം ബാക്ക് ടു ദ പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കോള്, ആ കോളിന് തന്നെ മനസ്സിലായി ആ കുട്ടിക്ക് എന്താണ് ഒരു പ്രയാസം എന്നുള്ളത്. ഇതുപോലെ നമ്മൾ ഇപ്പം റീച്ചിൽ തന്നെ പല കുട്ടികളും ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരുന്ന കുട്ടികൾ, അതായത് വരുന്ന കുട്ടികൾക്ക് ഈ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായും ടെലിഫോൺ എറ്റിക്കേറ്റിന്റെ ഒരു ഭാഗമാണ് ഈ സോഷ്യൽ എറ്റിക്കേറ്റ് ആൻഡ് മാനേഴ്സ് എന്നുള്ളതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇമെയിൽ എറ്റിക്കേറ്റ് വരും. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ എറ്റിക്കേറ്റ് എന്താണ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ എറ്റിക്കേറ്റ് എന്താണ് പലർക്കും അറിയില്ല. മരണ വീട്ടിലാണോ, കല്യാണ സ്ഥലത്താണോ നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത് യാതൊരു ബോധം പോലും കാണില്ല. അത് റിംഗ് ടോൺസും എല്ലാം കൂടി ഒരു എന്താ പറയാ, ഈ പറഞ്ഞ മൊബൈൽ എറ്റിക്വേറ്റ് അത്യാവശ്യമാണ്. പിന്നെ ടെലിഫോൺ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എങ്ങനെ സംസാരിക്കണം. ഇപ്പൊ പലരും അറിയാം, ഫോൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് സംസാരിച്ച് തുടങ്ങാണ്. ആര് വിചാരിച്ച ആള് തന്നെയാണോ അപ്പുറത്തുള്ളത് പോലും അന്വേഷിക്കില്ല. വർത്തമാനം പറയാ. പലപ്പോഴും നമുക്ക് തന്നെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഫോൺ എടുത്ത ഉടനെ ഇന്ന കാര്യം അങ്ങ് പറയുകയാണ്. ഇന്ന ആളാണോ അല്ലെങ്കിൽ ഇന്ന ആള് വീട്ടിലുണ്ടോ, അത് ആരുടെ നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്, ഇതൊന്നും പറയാറില്ല. ഇന്ന ആള് തന്നെയാണ് എങ്കിൽ അയാൾ സംസാരിക്കാൻ പറ്റുന്ന, ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ, കാൻ ഐ ടോക്ക്, ഇതൊന്നും ചോദിക്കില്ല, അങ്ങോട്ട് തുടങ്ങാണ്. ചിലപ്പോ നമ്മൾ